ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതലുള്ള വാക്യത്തിൽ സെബദീ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഈശോയെ സമീപിച്ച് ഒരു അപേക്ഷ നൽകുകയാണ്. അതായത്, അങ്ങയുടെ മഹത്വത്തിൽ അങ്ങയുടെ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ എന്ന്. ഈശോ രാജാവായി മാറും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പം അധികാരമോഹമാണ് നമ്മളിവിടെ കാണുന്നത്. ഈശോയോട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുമോ എന്ന്. അവർ പറഞ്ഞു, ഞങ്ങൾ കുടിക്കും. എന്നാൽ ഞാനല്ല തീരുമാനിക്കുന്നത്, സ്വർഗത്തിലെ പിതാവ് ആർക്ക് സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ് വലതുവശത്തും ഇടതുവശവും എന്ന് ഈശോ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയത്. അതിനുശേഷം ഈശോ തൻ്റെ 12 ശിഷ്യന്മാരെയും വിളിച്ചുകൂട്ടി അവർക്കൊരു ഉപദേശം നൽകുകയാണ്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം, അവസാനത്തവനായിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ശുശ്രൂഷയുടെ ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടാകണം എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് കർത്താവ് എന്നോടും നിങ്ങളോടും ഇതാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും വലിയവനാകണം, ഒന്നാമനാകണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങളൊക്കെ വളരെ നല്ലതല്ലേ, പക്ഷെ അത് ചെയ്യേണ്ടത് നമ്മൾ എളിമയോടെ നിൽക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു 10 പേരടങ്ങുന്ന ഒരു ടീമിൽ നമ്മൾ അതിലൊരു അംഗമാണെങ്കിൽ നമ്മൾ അതിൽ എത്രാമത്തെ ആളായിരിക്കണം നമ്മുടെ മനസ്സുകൊണ്ട്. 10 പേരടങ്ങുന്ന ഒരു ടീമിൽ നമ്മൾ അതിലൊരു അംഗമാകണമെങ്കിൽ നമ്മൾ അതിൽ എത്രാമത്തെ ആളായിരിക്കണം നമ്മുടെ മനസ്സുകൊണ്ട്? 10ാമത്തെ ആളായിരിക്കണം. ഞാൻ പറയുന്നു, തന്നെ താഴ്ത്തുന്നവനെയാണ് ദൈവം ഉയർത്തുന്നത്. ഈശോ തന്നെ നമുക്ക് നല്ലൊരു മാതൃകയാണ്. ഈശോ തന്നെ കുറിച്ച് തന്നെ ഈശോ പറയാം, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകുന്നതിനും വേണ്ടിയാണ്. മറ്റൊരവസരത്തിൽ പൗലോസ് ഫിലിപ്പിക്കാരുടെ ലേഖനത്തിൽ ഈശോയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യവുമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് അവൻ ദാസന്റെ രൂപം സ്വീകരിച്ചു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണയുള്ളവനായി അവൻ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. യേശുവിൻ്റെ നാമം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പാതാളത്തിലെയും എല്ലാ മുട്ടുകളും അടങ്ങുന്നതിന് വേണ്ടിയും യേശു ക്രിസ്തുവാണ് കർത്താവ് എന്ന് എല്ലാ അധരവും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ് ഈശോയുടെ നാമത്തെ പിതാവായ ദൈവം അത്രയധികം ഉയർത്തി. നമുക്കറിയാം, മദർ തെരേസ, പാവപ്പെട്ടവരുടെ അമ്മ, പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുന്നതിനായി ഒരു ദിവസം പൈസ ഇല്ലായിരുന്ന, ഭക്ഷണത്തിനുള്ള പൈസ ഇല്ലായിരുന്ന മദർ തന്നെ കടകളിലൊക്കെ പോയി, തെരുവുകളിലെല്ലാം പോയി മദർ കൈ നീട്ടുകയാണ്. അങ്ങനെ കൈ നീട്ടിയപ്പോൾ ഒരു കടക്കാരൻ മദറിൻ്റെ കയ്യിലേക്ക് കാർപ്പിച്ച് തുപ്പുകയാണ് ചെയ്തത്. മദർ എന്ത് ചെയ്തു? തുടച്ചുകൊണ്ട് മദർ പറഞ്ഞു, കൈ തുടച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കുള്ളതായി നീ എൻ്റെ മക്കൾക്കുള്ളത് തരുവെന്നു. ആ കടക്കാരൻ വളരെ ജാളിയതോടുകൂടി ചെക്ക് ബുക്കിൽ, ബ്ലാങ്ക് ചെക്കിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ്. മദറിന് ആവശ്യമുള്ളതെല്ലാം എഴുതിയെടുത്തു. തന്നെ താഴ്ത്തിയ മദറിനെ ദൈവം വിശുദ്ധ മദർ തെരേസയായിട്ടാണ് കരുതുന്നത്. പൗലോസ് ഫിലിപ്പിക്കാർക്ക് ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. നമ്മൾ ആരെയും നമ്മൾ വ്യർത്ഥ അഭിമാനം മൂലമോ മാത്സര്യം മൂലമോ നമ്മളൊന്നും ചെയ്യരുത്. നമ്മൾ വലിയവനാകാനോ ഒന്നാമനാകാനോ വേണ്ടി നമ്മളൊന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണമെന്നാണ്. അതുപോലെ തന്നെ ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണമെന്ന്. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് പൗലോസ് ഉപദേശിക്കുന്നു. ഇതിൽ നമുക്ക് മനസ്സിലായി, ദൈവമാണ് ഒരാളെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത്. നമ്മൾ പൗലോസ് പറയാൻ റോമാക്കാരുടെ ലേഖനത്തിൽ പൗലോസ് നമ്മൾ പറയുന്നുണ്ട്, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. നമ്മളൊരു കാര്യം മാത്രമേ നമ്മൾ ചെയ്താൽ മതി. 1 പത്രോസ് 5:6, കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങൾ ഉയർത്തിക്കോളും. നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, ഭവനത്തിലായിരിക്കാം, നമ്മൾ പഠിക്കുന്ന ഇടങ്ങളിലായിരിക്കാം, ജോലി ചെയ്യുന്ന ഇടങ്ങളിലായിരിക്കാം, നമ്മൾ എളിമയുള്ളവരായി നമ്മൾ നിൽക്കുക മാത്രം ചെയ്യുക. കർത്താവ് നമ്മളെ ഉയർത്തും, കർത്താവ് നമ്മളെ വലിയവനാക്കും. ഇതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.